ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 28-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നും സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനാണ്. കഴിഞ്ഞ 27 ദിനങ്ങളിലും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നത്. ഇന്ന് തീർച്ചയായും അതിൻ്റെ താഴേക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇവിടെ നമുക്ക് സിനിമയുടെ ചില വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കാം. ഇന്നലത്തെ കളക്ഷൻ ഫൈനലായി വന്നിരിക്കുന്നത് 81 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത്. അതായത് സിനിമയ്ക്ക് 1,05,00,000 രൂപയോളമാണ് ഇന്നലെയും കളക്ഷനായി വന്നിരിക്കുന്നത്. 51,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 16% ഒക്യുപ്പൻസിയാണ് ഉണ്ടായത്. 1,161 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു വർക്കിംഗ് ഡേയിൽ അല്ലെങ്കിൽ മിഡ് വർക്കിംഗ് ഡേയിലേക്ക് കടക്കുമ്പോൾ ഇത്രത്തോളം മികച്ച കളക്ഷൻ വരുന്നത് അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഒപ്പം അതൊരു സർവ്വകാല റെക്കോർഡ് കൂടിയാണ്. 27 ദിനങ്ങളിലും 1 കോടിക്ക് മുകളിലേക്ക് എത്തുകയെന്ന്. 28-ാം ദിനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 70-75 ലക്ഷം രൂപ വരെ വരും എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിൻ്റെ താഴേക്ക് വരാനുള്ള ചാൻസുകളും ഏറെയാണ്. കാരണം മിഡ് വർക്കിംഗ് ഡേ എന്നുള്ളതാണ്. ഇനി കളക്ഷൻ കൂടാൻ പോകുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം മുതലുള്ള കളക്ഷനിലായിരിക്കാം. എന്തായാലും വെള്ളി, ശനി, ഞായറിൽ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെ വരുമെന്നുള്ളതാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ ഇതിനോടകം 279 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയ്ക്ക് ഇനിയും 21 കോടി കൂടി വേണം 300 കോടി ക്ലബിലേക്ക് കയറാൻ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 106 കോടി കടന്നിരിക്കുന്നു. 12 കോടി കൂടി ഉണ്ടെങ്കിൽ സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുന്നതാണ്. ഇനി തമിഴിൽ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 22 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വന്നിരിക്കുന്നത്. ഇത് സെക്കൻഡ് പൊസിഷനാണ് ഒരു മലയാള സിനിമയ്ക്ക് വരുന്നത്. അതായത് മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുകയാണ്. മഞ്ഞുമൽ ബോയ്സ് 65 കോടിക്കടുത്താണ് നേടിയിരുന്നത്. എന്തായാലും കർണാടകത്തിൽ നിന്നും സിനിമ 14 കോടിക്ക് മുകളിലെത്തിയതായിട്ട് കളക്ഷൻ വരുന്നു. ആന്ധ്ര തെലങ്കാനയിൽ നിന്നും 14 കോടിയിലേക്ക് എത്തിയതായി. ഇവിടെ ഞെട്ടിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. ഹിന്ദി വെർഷൻ മാത്രമായി സിനിമ നേടിയിരിക്കുന്നത് 4.25 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമായി സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 7,35,00,000 രൂപയോളമാണ്. സിനിമ ഇവിടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന കളക്ഷനിലേക്ക് എത്താൻ 3.5 കോടി 4 കോടി കൂടെ ഉള്ള ഡിഫറൻസ് ആണുള്ളത്. മഞ്ഞുമൽ ബോയ്സിൻ്റെ 167 കോടി എന്നുള്ള ആ റെക്കോർഡാണ് സിനിമയ്ക്ക് തകർക്കാനുള്ളത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സിനിമ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതിനു മുകളിലായിട്ട് നമ്മൾ 300 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം നിങ്ങൾക്ക് ഇന്നൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം ഈ ഒരു ബുധനാഴ്ച എത്രയായിരിക്കാം ഫൈനൽ കളക്ഷൻ വരുന്നത് എന്നുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ഒരിക്കൽ കൂടെ സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് പറയുന്നു. ഗ്രേ മീഡിയാസ്.